കേരളത്തിലെ യുവതി യുവാക്കളെ സഹായിക്കുവാൻ സംസ്ഥാന സർക്കാർ ഒരു പുതിയ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ്. പഠനത്തോടൊപ്പം മാസം തോറും നിങ്ങളുടെ കൈകളിലേക്ക് പണമെത്തുന്ന ഒരു കിടിലൻ പദ്ധതിയാണിത്. എന്താണ് ഈ പദ്ധതി എന്നല്ലേ? വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കുവാൻ തൊഴിൽ പരിശീലനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അഭ്യസ്തവിദ്യരായ കേരളത്തിലെ യുവതി യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുമായി പ്രതിമാസം 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ ഭാഗമാണ് ഈ പദ്ധതി. ഈ ഒരു അവസരം ഒരാളും പാഴാക്കരുത്. എന്തൊക്കെ രേഖകളാണ് ഇതിനാവശ്യമായി വരിക? എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക? ഏതൊക്കെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്? ഈ സ്കോളർഷിപ്പിന്റെ കാലാവധി എത്ര നാളാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള കൃത്യമായ മറുപടി ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തൊക്കെ രേഖകളാണ് അപേക്ഷകൻ സമർപ്പിക്കേണ്ടത്? 1. പാസ്പോർട്ട് സൈസ് പുതിയ കളർ ഫോട്ടോ. 2. ജനന സർട്ടിഫിക്കറ്റ് ആണ്. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ സ്കൂൾ സർട്ടിഫിക്കറ്റ് നൽകിയാലും മതിയാകുന്നതാണ്. അടുത്തത് വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് മനസ്സിലാക്കേണ്ടത്, അപേക്ഷകന്റെ പേരിൽ സർവകലാശാലകൾ, സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ വിദ്യാഭ്യാസം തെളിയിക്കുന്ന നിർദ്ദിഷ്ട രേഖകൾ ഹാജരാക്കണം. അടുത്തത് മേൽവിലാസം തെളിയിക്കുന്ന താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കുക. 1. വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, SSLC ബുക്ക്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ മതി. അടുത്തത് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പാണ്. കൂടാതെ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പരിശീലന സ്ഥാപന മേധാവി നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു സത്യവാങ്മൂലം കൂടി നൽകേണ്ടതാണ്. പിന്നീട് അവസാനമായിട്ട് അപേക്ഷയോടൊപ്പം പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന കൂടി അപേക്ഷകൻ നൽകണം. അപേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. കേരളത്തിലെ സ്ഥിരതാമസക്കാരായ 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ. അതുപോലെ തന്നെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയാണെന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. eemployment.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി മാത്രമാണ് ഈ അപേക്ഷ സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്കോളർഷിപ്പ് ഒരാൾക്ക് 12 മാസം അല്ലെങ്കിൽ 1 വർഷത്തേക്കാണ് ലഭിക്കുന്നത്. അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാ ക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. ഏതൊക്കെ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുന്നതെന്ന് നോക്കാം. ആദ്യം കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലകൾ, നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ, UPSC അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന PSC സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, സെലക്ഷൻ ബോർഡ്, കര വ്യോമ നാവികസേന, ബാങ്ക് കോച്ചിംഗ്, റെയിൽവേ, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ. ആർക്കൊക്കെ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കാൻ കഴിയില്ല എന്ന് നോക്കാം. വിവിധതരം സാമൂഹിക പെൻഷനുകൾ വാങ്ങുന്നവർ, സർവീസ് പെൻഷനുകൾ, EPF പെൻഷനുകൾ മുതലായവ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നവർ, JEE, NEET, SET, NET തുടങ്ങിയ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് പരിശീലിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവർക്കാർക്കും ഈ ആനുകൂല്യം ലഭ്യമാകുന്നതല്ല. ഈ ഒരു ആനുകൂല്യത്തെക്കുറിച്ചുള്ള വിവരം കൂടുതൽ പേരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക.